അപ്പൊ നമുക്ക് കൊച്ചി ഞാറക്കലിലേക്ക് ഒന്ന് പോകാം. അവിടെ മന്ത്ര ബേബി എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അദ്ദേഹത്തിന് ഭ്രാന്താണ് ഈ പറഞ്ഞ പോലെ മെസ്സി, അർജന്റീനയൊക്കെ. ബേബിയുടെ വീട്ടിലെത്തിയാൽ സർവ്വവും അർജന്റീന മയമാണ് എന്ന് പറയേണ്ടി വരും. വീട്ടിലെ ഓരോ സാധനങ്ങൾക്കും ഒരു അർജന്റീന ടച്ച് ഉണ്ട് അത്രേ. ഒരിക്കൽ കൂടി മെസ്സി ലോകകപ്പ് ഉയർത്തുന്നത് കാണാൻ ഈ വീട്ടിൽ കാത്തിരിക്കുകയാണ് മന്ത്ര ബേബി. ഇതേ വീട്ടിന്റെ ചുവരുകളിലൊക്കെ കണ്ടോ ചിത്രങ്ങൾ. ആ ഫാൻ നോക്കൂ, ഫാനിന് വരെ നീല നിറമാണ്. റാംഷ CP ഉണ്ട്. റാംഷ, എന്താണ് അർജന്റീനയിൽ മുങ്ങി നിൽക്കുന്ന വീടിനെ കുറിച്ച് പറയാനുള്ളത്? വിനിത, ഞാറക്കൽ പെരുമ്പള്ളിയിലെ മന്ത്ര ബേബിയുടെ വീട്ടിലെത്തിയാൽ ഇതാണ് കാഴ്ച. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീട് പൂർണ്ണമായും ഒരു അർജന്റീന മയത്തിൽ മുങ്ങി നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഓരോ സാധനങ്ങളും ആ നിലയിൽ ആണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നമ്മൾ ഈ ടേബിൾ ഫാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരു നീല വെള്ള മയത്തിൽ ഇങ്ങനെ മുക്കി വരികയാണ്. ഇത് ടേബിള് ഒക്കെയും ഇങ്ങനെ ഒരു അർജന്റീന മയമാണ്. എന്നത് മാത്രമല്ല, ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും, ഇവിടെ ഓരോ സാധനങ്ങളും അർജന്റീന മയമാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ കാണാം, ഫ്രിഡ്ജ് കാണാം, എല്ലാ സാധനങ്ങളും ഒരു അർജന്റീന മയമാണ്. അതോടൊപ്പം ഇങ്ങോട്ട് ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ട്. ഇവിടെ ബെഡ്ഷീറ്റ് മുതൽ എല്ലാ സാധനങ്ങളും അങ്ങനെയാണെന്ന് മാത്രമല്ല, ഇത് കണ്ടോ, ഇത് ഈ ബാത്റൂമിന് പുറത്തൊരു ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് കാണാം. ചെരുപ്പ് പോലും പൂർണ്ണമായും അർജന്റീന മയമാണ് എന്നതാണ്. ഈ വീട് ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് ബേബി ചേട്ടനാണ്. മന്ത്ര ബേബി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയത്? 10-15 കൊല്ലം മുമ്പ് തുടങ്ങിയാണ്. 15 കൊല്ലം മുമ്പേ ഉണ്ട്. ഈ പടം വരച്ചത് ഈക്വലോ അടുത്ത അർജന്റീന ഫാനാണ്. 86 മുതൽ ആദ്യ പകുതി ബ്രസീലായിരുന്നു. രണ്ടാം പകുതിയിലാണ് ഞാൻ അർജന്റീന. ആദ്യ പകുതിയിൽ ബ്രസീൽ, പിന്നെ അർജന്റീന. അന്ന് ബ്രസീലായിരുന്നു. നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ച് ബ്രസീലിനോട് ആരാധന ഉണ്ടായിരുന്നു. അതിനുശേഷം മറഡോണയുടെ കളിയാണ്. ഇപ്പൊ മെസ്സിയുടെ കളി കാണും. അതെ, പിന്നെ തീർച്ചയായും 3-1 ജയിക്കും. 3-1 ജയിക്കും. മെസ്സി ആട്ടുകടിക്കണമെന്നല്ല, ആദ്യം 3-1 ജയിക്കും. രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, ഈ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇതേപോലെ ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എവിടുന്നാണ് സംഘടിപ്പിക്കുന്നത്? ഒന്ന്. രണ്ട്, അദ്ദേഹം ജീവിത പങ്കാളിയെ കണ്ടെത്തിയപ്പോൾ അർജന്റീന ഫാൻ ആണോ എന്ന് നോക്കിയിരുന്നു എന്ന് കൂടി ഒന്ന് ചോദിക്കൂ. ശ്രീനിവാസൻ ഇന്റർവ്യൂ ചെയ്തോ? തീർച്ചയായും ഡെസ്കിൽ നിന്ന് ചോദിക്കാണ്, വിനീത ചോദിക്കാണ്, ഇത് എവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ ഒപ്പിച്ചത്? അത്യാവശ്യം നമ്മൾ തന്നെ പെയിന്റ് ചെയ്യും. പിന്നെ മെറ്റീരിയലൊക്കെ നമ്മൾ കടയിൽ പോയി സെലക്ട് ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ് സാധനങ്ങളൊക്കെ. ചെരുപ്പ് പോലും, അവിടെ ടവല് ചെരുപ്പ് പോലും ഈ ഒരു മയത്തിൽ മുങ്ങിയിരിക്കുക. അതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? കടയിൽ പോയി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലേ? അതെ അതെ. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ അതും അർജന്റീന ഫാൻ ആണെന്ന് ഉറപ്പിച്ചിട്ടാണോ കല്യാണമൊക്കെ ഉറപ്പിച്ചതെന്ന് കൂടി ചോദിക്കുന്നു? ഇല്ല, ചോദിച്ചിട്ടില്ല. പുള്ളിക്കാരി അർജന്റീന ഫാൻ ആണോ? നമുക്ക് പുള്ളിക്കാരോട് തന്നെ ചോദിക്കാം. അർജന്റീന ഫാൻ ആണോ? പിന്നെ ഇപ്പം അർജന്റീന ഫാൻ ആയി. അപ്പൊ നേരത്തെ ഏതായിരുന്നു? നേരത്തെ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വലിയൊരു ആരാധകന്റെ കൂടെ കൂടി നമ്മൾ അതിന്റെ ഭാഗമായി. ചേട്ടന്റെ കൂടെ വന്നതിന് ശേഷമാണോ കളിയൊക്കെ കാണാൻ തുടങ്ങിയത്? അതെ, തീർച്ചയായിട്ടും. അതെ. ഇങ്ങനെ എല്ലാ കളിയും കാണുമോ, അല്ല അർജന്റീനയുടെ കളി മാത്രമാണോ? എല്ലാ കളിയില്ല, അർജന്റീനയുടെ കളിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതലാണ് കാണാൻ. ഇഷ്ടപ്പെട്ട താരാരാ? ഇഷ്ടപ്പെട്ടത് മെസ്സി. പിന്നെ നമ്മുടെ മെസ്സി തന്നെ, ചേട്ടനെ പോലെ തന്നെ. അതെ. ചേട്ടൻ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. ചേട്ടന്റെ മകള് കൂടിയുണ്ട്. പേര് ആൻമേരി. അൻമേരി പ്ലസ് ടു പഠിക്കാണല്ലേ? ഞാൻ പ്ലസ് ടു. അർജന്റീന ഫാനാണ്. പപ്പയെ കണ്ടിട്ട് ഇങ്ങനെ ആയതാണോ, അല്ല ശരിക്കും മെസ്സിയൊക്കെ ഇഷ്ടപ്പെട്ടു വന്നോ? ആദ്യമേ ഫുട്ബോളിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ അപ്പന് നല്ല അർജന്റീനയുടെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് കുഞ്ഞിലേ തൊട്ട് എന്നെ ജേഴ്സിയൊക്കെ ഇട്ട് നടത്തിക്കും ഈ ഫിഫയുടെ സമയം വരുമ്പോ. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇപ്പൊ അർജന്റീന ഫാനാണ്. ഇപ്പൊ മെസ്സി കപ്പ് ഉയർത്തോ? ഷുവറായിട്ടും. പപ്പ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ? നമ്മള് എത്ര ഗോള് നേടും? 2-1. പപ്പ പറഞ്ഞതിനേക്കാൾ ഒന്ന് കുറവാ. പപ്പ 3-1 എന്നാലും നല്ല ടൈറ്റ് കളിയായിരിക്കും, കാരണം സ്പെയിൻ ആയതുകൊണ്ട്. എന്നാലും അർജന്റീനയെ ജയിക്കുള്ളൂ. ശരി. അപ്പോൾ ഇതാണ് വിനീത, ഇവിടെ എല്ലാം നമ്മൾ കണ്ടതുപോലെ ഫുള്ള് പറയും. തീർച്ചയായും ഒരു വാമോസ് അർജന്റീന, ഒരു സുഹൃത്തു കൂടിയുണ്ട്. നമുക്കൊരു വാമോസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആവേശത്തിൽ പറഞ്ഞോട്ടെ.
ശരി ശരി, ഏതായാലും ആവേശം വന്നു. അപ്പോൾ ഏതായാലും ആ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട്. അതൊരു അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രമുണ്ട്. കാരണം ഈ അടുത്ത കാലത്തെ ഈ ലയണൽ മെസ്സി അല്ലെങ്കിൽ ഏഞ്ചൽ ഡി മരിയ മാത്രമൊന്നുമല്ല, മറഡോണ മുതൽ അവിടെ കാണാം നമുക്ക്. അല്ല, വേറെ അന്ധമായിട്ടുള്ള ആരാധന അല്ല, പ്രത്യേകിച്ച് ആ കുട്ടിയുടേത് കാര്യമായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നു. പാറ്റിയെ കാണാനുണ്ട്, ക്രിസ്പോയെ കാണാനുണ്ട്, വെറോണിനെ വെറോണിന്റെ പോസ്റ്റ് നമ്മൾ അധികം കാണാറില്ല. അനേറ്റി അവിടെ ഫോട്ടോ കാണുന്നുണ്ട്.